നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ കറിയും ചോറുമാണ് കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിമ്പിൾ ടേസ്റ്റാണ് ചിക്കൻ കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ളത് മാത്രം വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്, ഈസി ആയിട്ട്. അപ്പോൾ നോക്കിയാലോ. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു, അര സ്പൂൺ ഉലുവ, അര സ്പൂൺ പെരുംജീരകം ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, കുഞ്ഞനുള്ളി, ഇഞ്ചി ഒക്കെ ഈ 2 സ്പൂണ് ചതച്ചിടുന്നുണ്ട്. 2 സ്പൂൺ കുഞ്ഞനുള്ളി, 2-3 സ്പൂൺ കുഞ്ഞനുള്ളി, 2 സ്പൂൺ ഇഞ്ചി ചതച്ച്, 2 സ്പൂണ് വെളുത്തുള്ളി ചതച്ച് ഒക്കെ ചെറിയ സ്പൂണിലാണ് ചതച്ചെടുത്താണ്. 2 സവാള, കുറച്ച് മീഡിയം വലിപ്പമുള്ള 2 സവാള, 2 പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല എല്ലാമായിട്ട് നമ്മൾ നല്ല വഴറ്റി കൊടുക്കാം. ഉലുവയൊക്കെ നമ്മുടെ ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട. ഞാൻ അര സ്പൂൺ ഉലുവ, അര സ്പൂണ് പെരുംജീരകം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല വഴറ്റോടെ ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞനുള്ളിയുടെ ഒരു പിടി, ചെറിയൊരു പിടിക്കൊരു പിടിയുണ്ട്. നമുക്ക് കൂട്ടും കുറയ്ക്കും, അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാം. 1 കിലോ ചിക്കനാണ്. 2 സവാള, കുറച്ച് വലുത്, 2 പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല എല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ല വഴറ്റിക്കൊള്ളണം. വഴറ്റി സെറ്റായിട്ട് വരട്ടെ. ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ഈസിയാണ്. ചോറിനും ടിഫണിനും ഇഡ്ലിക്കും ദോശയ്ക്കും എല്ലാവരും അതാ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് ചേർക്കുകയാണ്. കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞനുള്ളി, അതാണ് 2 സ്പൂൺ. ആദ്യം 1 സ്പൂൺ ഇട്ടു. അതിപ്പോൾ രണ്ടാമത് ഇട്ടത് കുഞ്ഞനുള്ളിയാണ്. ഫസ്റ്റ് ഇട്ടത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല ചതച്ചത്, കുഞ്ഞനുള്ളി ചതച്ചത് അത് ഇട്ടു. എല്ലാം ഇട്ട് കൊടുത്തു. ഉപ്പിടുന്ന പാകത്തിന് നമുക്ക് നല്ല വഴറ്റണം. 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. നല്ല വഴറ്റാലും കുഴപ്പമില്ല. വഴറ്റിൽ കുറച്ച് കമ്മിയാക്കിയാലും ഒക്കെ ഓരോന്നിനും ഓരോ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. അത് നല്ലൊന്നുകൂടി വഴറ്റി കൊടുക്കാം. ചിക്കൻ കറി ഇട്ടിട്ടുണ്ട്. കാരണം ഓരോരോ ചിക്കൻ കറി ഓരോ തരത്തിലുള്ള ചിക്കൻ കറിയാണ്, ഒരേപോലെ ചിക്കൻ കറി അല്ല. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നല്ല വഴറ്റി കൊടുക്കാം. നമുക്ക് നമ്മുടെ പൊടികൾ ഇടണം. അതിന് ശേഷം വഴറ്റിയ ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി വരട്ടെ. എല്ലാവരും ഉണ്ടാക്കി നമ്മൾ കഴിച്ചോളൂ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്കും, കഴിച്ച് നോക്കുക. അപ്പോൾ അതേ ടേസ്റ്റ്. കുറച്ച് ഗ്രേവി അല്ല, നീട്ടത്തിൽ കുറച്ച് വേണം വയ്ക്കുക. കുറച്ച് വെള്ളം കൂട്ടി വെച്ചാൽ നമുക്ക് നല്ല കറിയായി വെച്ചാൽ രാവിലെ ഉച്ചയ്ക്കും ചോറിനും ചായക്കും ചായയല്ല ചോറിനും ഇഡ്ഡലിയും ദോശയും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. രാവിലെയൊക്കെ വെച്ചിരിക്കുക 2-3 നേരത്തെ കഴിക്കാൻ പറ്റിയ കറിയാണ്. ഒരു നീണ്ട കറി എന്നും പറയാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 2-3 സ്പൂൺ ഇട്ടിട്ടുണ്ട്, ചെറിയ സ്പൂണാണ്. പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി വലുത്, ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊന്നും കൂടി വഴറ്റി കൊടുക്കാം. നമുക്ക് നല്ലൊന്ന് വഴറ്റി കൊടുക്കാം. ആ ജാറ് കഴുകി വെള്ളം അതിൽ കുറച്ച് ഒഴിച്ചു. നല്ല സെറ്റാവട്ടെ. സെറ്റായ ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ചിക്കൻ ഇട്ട് കൊടുക്കാം. കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനാണ്. 1 കിലോ ചിക്കൻ ഉണ്ട്, അത് ഇട്ട് കൊടുത്തു. എന്തെങ്കിലും അത് തെറ്റ് വെച്ചിട്ട് ക്ഷമിക്കണം. ഒരു ചെറിയൊരു കുഞ്ഞിന് ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ചിക്കൻ കൂടി ഉണ്ടാക്കണത് അത് പറയാൻ വിട്ടുപോയി. ചെറിയ കുഞ്ഞൊരു ഉരുളക്കിഴങ്ങും ചിക്കനും കൂടിയാണ്. ടേസ്റ്റാണ് കറി. നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക, മിക്സായി കൊടുക്കുക. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വേണം. നല്ല വെന്തോട്ടെ. നല്ല വെന്ത് സെറ്റായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ കറി തയ്യാറാവും. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. അങ്ങനെ അടിപൊളി ടേസ്റ്റായി നമ്മുടെ വീട്ടിലേ ഉള്ളത് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാം ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. പിന്നെ ലാസ്റ്റ് ഞാനൊരു 1/2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. കുറച്ച് നല്ല മണമൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഒരു ചെറിയ സ്പൂൺ 1/2 സ്പൂൺ ഗരം മസാല മാത്രം.
അപ്പോൾ നമ്മുടെ കറി സെറ്റായി, കറക്റ്റായി. ഇനി വെള്ളം ഇനിയും കൂട്ടണമെങ്കിൽ കൂട്ടാം. പക്ഷേ അത്ര വല്ലാണ്ട് കൂട്ടിയ രസം ഉണ്ടാവില്ല, അതാണ് പാകത്തിന് കൂട്ടിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവരും ഈ ചിക്കൻ കറി ഉണ്ടാക്കി കഴിച്ച് നോക്കണം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ വീണ്ടും കാണാം.